നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ നീക്കവുമായി UDF. സുരേഷ് കുറുപ്പിനെ CPM പാളയത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഏറ്റുമാനൂരിൽ സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ ശ്രമം സജീവം. സീറ്റ് വിട്ടു നൽകാൻ സന്നദ്ധമായി ജോസഫ് ഗ്രൂപ്പ്. കോൺഗ്രസ്, കേരള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം VSന്റെ മരണശേഷമുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലം മുതലെടുക്കാൻ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിൽ അല്പസമയത്തിനകം ചർച്ചയ്ക്കെടുക്കും. 12 മണിക്ക് സഭ ചേർന്നപ്പോൾ പ്രതിഷേധിച്ച് പ്രതിപക്ഷം. ലോക്സഭയിലെ 16 മണിക്കൂർ ചർച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കും. മൗനവ്രതത്തിലെന്ന് ശശി തരൂർ. രാജ്യസഭയിൽ ചർച്ച നാളെ മുതൽ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി സ്ത്രീകൾക്കെതിരെ ചുമത്തിയത് മനുഷ്യക്കടത്ത്, മതപരിവർത്തന കുറ്റങ്ങൾ. അറസ്റ്റിൽ പ്രതിഷേധം കനക്കുന്നു. സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട്ടിലെത്തി പിന്തുണയറിയിച്ച മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും P രാജീവും. നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്ന് കത്തോലിക്ക സഭയും ദീപികയും. അപലപിച്ച CSI ഓർത്തഡോക്സ് സഭകളും. പാർലമെന്റിൽ ഉന്നയിച്ച പ്രതിപക്ഷം. അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ BJP പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലേക്ക്. സെല്ലിന്റെ അഴിമുറിച്ച് ഇഴഞ്ഞിറങ്ങിയ ഗോവിന്ദച്ചാമി നടന്നുപോയത് ഉദ്യോഗസ്ഥരുടെ മുന്നിലൂടെ. ലക്ഷ്യമിട്ടത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. വഴിതെറ്റിപ്പോയത് പുതിയ തെരുഭാഗത്തേക്ക്. അന്വേഷണത്തിൽ നിർണായകമാകുന്ന CCTV ദൃശ്യങ്ങൾ. ന്യൂസ് 18. ധർമ്മസ്ഥലയിൽ സുപ്രധാന നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവരുടെ മൃതദേഹം കുഴിച്ചിട്ടെന്ന വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. SITക്ക് ലഭിച്ചത് നിർണായക വിവരങ്ങൾ. താരസംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പിൽ പുതിയ സമവാക്യങ്ങൾ. ജഗദീഷ് ബാബുരാജിനൊപ്പം ചേർന്ന പുതിയ സഖ്യത്തിന് കളമൊരുങ്ങുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, ശ്വേതാ മേനോൻ മത്സരത്തിന് സാധ്യത. ആരോപണ വിധേയരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ മത്സരത്തിൽ ഉറച്ചെന്ന് തിരുത്തൽവാദികൾ. വിശദമായ വാർത്തയിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് പാർലമെന്റിൽ തുടക്കമായില്ല. 1 മണിക്ക് സഭ ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളത്തിൽ മുടങ്ങി. ലോക്സഭയിൽ നടക്കുന്ന ചർച്ചയിൽ ശശി തരൂർ സംസാരിച്ചേക്കില്ല. ചർച്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് മൗനവ്രതത്തിലാണ് എന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം. सर पार्लियामेंट में मौन व्रत होगा क्या? ये बस यही I'm very upset. You should have called. Of course, you're on my list. They sent it to your email. That's the problem. आप check कीजिए. नहीं है. Next time I'll send it to your WhatsApp. सर आप पार्लियामेंट में बोलेंगे क्या? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചർച്ച നയിക്കുക. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, ചർച്ച തുടങ്ങാൻ സാധിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ 12 മണിവരെയും പിന്നീട് 1 മണിവരെയും ഒക്കെ സഭ നിർത്തിവെച്ചിരുന്നു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന്. ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചോ? ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. ഇന്ന് 12 മണി മുതലാണ് ചർച്ചയ്ക്ക് സമയം നിശ്ചയിച്ചിരുന്നത്. 16 മണിക്കൂർ വീതമാണ് ഇരു സഭകളിലും ചർച്ചയ്ക്കായി സമയം നീക്കിവെച്ചിരുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചയ്ക്ക് തീരുമാനിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പാർലമെന്റിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഉയരുകയായിരുന്നു. ഇന്ത്യ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നിന്ന് വോട്ടർ പട്ടികയിൽ വ്യാപകമായ രീതിയിൽ ആളുകളെ ഒഴിവാക്കിയ സംബന്ധിച്ച വിഷയം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമുയർന്നു. കേരളത്തിൽ നിന്നുള്ള MP മാർ എല്ലാവരും തന്നെ ഛത്തീസ്ഗഡിൽ
2 മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുന്നുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ UDF എംപിമാരും LDF എംപിമാരും പ്രത്യേകമായി പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷം പാർലമെന്റ് 11 മണിക്ക് ആരംഭിച്ചവരും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് KC വേണുഗോപാലിൻ്റെയും കൊടുകുന്നൽ സുരേഷ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ UDF എംപിമാരും അതോടൊപ്പം തന്നെ LDF എംപിമാരും അത്തരത്തിലേക്കുള്ള പ്രതിഷേധം ഇരുസഭകളിലും ഉയർത്തിയിരുന്നു. അതിനുശേഷം സഭ 12 മണി വരെ നിർത്തിവെച്ചു. 12 മണിക്ക് ശേഷം വീണ്ടും സഭ തുടങ്ങിയപ്പോഴും സമാനമായ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ബഹളം ഉന്നയിച്ചിരുന്നു. ഇവരൊക്കെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസ് പരിഗണിക്കണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. 1 മണിക്ക് വീണ്ടും സഭ ചേർന്നെങ്കിലും 1 മിനിറ്റിനുള്ളിൽ തന്നെ സഭ അവസാനിപ്പിക്കുകയായിരുന്നു. സാധാരണഗതിയിലൊക്കെ സഭ ബഹളം തുടർന്നാലും കുറച്ചു നേരം കൂടി സഭയ്ക്ക് വേണ്ടി ബഹളം അടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറുപടി പറയാനുള്ള സമയം നൽകാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ വേഗത്തിൽ തന്നെ സഭാ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. ഇനി എന്താണ് തുടർ നടപടികൾ എന്നത് സഭ വീണ്ടും ചേരുമ്പോഴേ അറിയാൻ കഴിയൂ. ശരി, ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്രത്തിനും BJPക്കുമെതിരെ സർക്കാരും പ്രതിപക്ഷവും. മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് നടന്നതെന്ന് മന്ത്രി P. രാജീവും മൗലികാവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു. അങ്കമാലിയിലുള്ള സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ഇരുവരും സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും കുടുംബത്തിന് വാഗ്ദാനം ചെയ്തു. RSS അവരുടെ ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും ആ ശത്രുക്കളെ ഇപ്പോഴും വേട്ടയാടുകയാണെന്നുമായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. ക്രിസ്മസ് കേക്കുമായി കേരളത്തിലെ അരമനകളിൽ കയറിയിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ വർഗീയതയാണെന്നും പ്രധാനമന്ത്രി മൗനം വെടിയണമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. അതേസമയം ഛത്തീസ്ഗഡിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാനാണ് BJP തീരുമാനം. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ഛത്തീസ്ഗഡ് സന്ദർശിക്കുക. സഭയെയും സഭാവിശ്വാസത്തെയും സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്നും PK കൃഷ്ണദാസ് പ്രതികരിച്ചു. BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ക്രൈസ്തവ സഭകൾ രംഗത്ത്. മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണെന്നും ഭരണഘടനയ്ക്കെതിരായ നടപടിയാണെന്നും CBCI അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് വിമർശിച്ചു. രാജ്യത്ത് ക്രൈസ്തവർ ഭയത്തിലാണെന്ന ആശങ്കയും CBCI അധ്യക്ഷൻ പങ്കുവച്ചു. ഛത്തീസ്ഗഡില് 2 മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്ഷേപങ്ങളിലും അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടായിരിക്കുന്നതായ പോലീസ് നടപടിയിലും മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ ശക്തമായ പ്രതിഷേധവും ആശങ്കയും ആമുഖമായി അറിയിക്കുന്നു. തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഈ സിസ്റ്റേഴ്സിന്റെ നേരെ, ഈ കന്യാസ്ത്രീകൾക്ക് നേരെ നടത്തിയായ കയ്യേറ്റ ശ്രമം എന്ന് തന്നെ ആക്ഷേപിക്കേണ്ടി വരുന്നു. ശ്രമങ്ങളെ നിയമവാഴ്ച ഇല്ലാത്ത ഒരവസ്ഥയാണോ ആ സംസ്ഥാനത്തുള്ളത് എന്ന് ആശങ്കയോടെ മാത്രമേ കാണുവാനായി സാധിക്കുകയുള്ളൂ. കന്യാസ്ത്രീകളെ അനാവശ്യമായി തുറങ്കിലടയ്ക്കുന്നതിനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നതെന്നും ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ടെന്നും CSI സഭ പ്രതികരിച്ചു. തീർച്ചയായിട്ടും കേരളത്തിലുള്ള ബിഷപ്സ് ഇക്കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ ഓൾറെഡി തമ്മിലൊരു ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഈ വിഷയം അതിനെ ശക്തമായി മുന്നോട്ടിറങ്ങുക തന്നെ ചെയ്യും. അതൊരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. സഭയുടെ മേലധ്യക്ഷന്മാർ എപ്പോഴും സഭാ വിശ്വാസികൾക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. അവരുടെ വേദനയുണ്ടെങ്കിൽ അതിനോട് തീർച്ചയായിട്ടും പങ്കുചേരുന്നതും അവരോട് ചേർന്ന് നിൽക്കുന്ന എപ്പോഴും സഭയും സഭയുടെ മേലധ്യക്ഷന്മാരും. BJPക്ക് ഉത്തരേന്ത്യയിൽ പീഡനവും കേരളത്തിൽ പ്രീണനവുമാണെന്നും അത് തിരിച്ചറിയാൻ കഴിയുന്നവരാണ് മലയാളികളെന്നും ഓർത്തഡോക്സ് സഭ വിമർശിച്ചു. എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും അടുത്ത പെരുന്നാളിന് ഡൽഹിയിൽ ഒന്നുകൂടെ വിളിച്ച് ആദരിച്ചാൽ പോരെയെന്നുമായിരുന്നു ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപ്പൊലീത്ത യോഹന്നാൻ മിലിത്തിയോസിന്റെ പരിഹാസരൂപേണയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബിഷപ്പുമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി V. ശിവൻകുട്ടി. സഭയുടെ പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതിയാലും പ്രാർത്ഥിച്ചാലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല. പ്രധാനമന്ത്രിയോട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പരാതി പറയാൻ തിരുമേനിമാർ ധൈര്യം കാണിക്കുന്നില്ല. തിരുമേനിമാർക്കെല്ലാം സ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമാണ് ലക്ഷ്യമെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഇതൊക്കെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദീപയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുമോ? രാജ്യത്താകെ ഹിന്ദു മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലുള്ള മതത്തിൽപ്പെട്ടവരെയും അവരെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയിലെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒന്നിലയിൽ
ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടി ഉള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ അപലപിച്ച മന്ത്രി MP രാജേഷും RSS അവരുടെ ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് നേരത്തെ വ്യക്തമാക്കിയതാണ്. ആ ശത്രുക്കളെ ഇപ്പോഴും വേട്ടയാടുകയാണ്. ഇതെല്ലാം കണ്ടിട്ടും സംഘപരിവാരത്തെ രക്ഷകരായി കാണുന്നവരുണ്ടെങ്കിൽ അവർ സൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംഘപരിവാർ ഭരണകൂടത്തെ ഉപയോഗിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന അതിക്രമങ്ങളുടെ, അടിച്ചമർത്തലുകളുടെ മറ്റൊരു ഉദാഹരണമാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിപ്പോഴും മനസ്സിലാവാത്തവർക്ക് ഈ സംഭവം അവരുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. ഇതെല്ലാം കണ്ടിട്ടും സംഘപരിവാറിനെ രക്ഷകരായിട്ട് കരുതുന്നവരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം. കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന നടപടി പ്രതിഷേധാർഹമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേരളത്തിൽ ക്രിസ്മസിന് കേക്കുമായി അരമനയിൽ കയറിയിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ വർഗീയത, പ്രധാനമന്ത്രി ഉൾപ്പെടെ മൗനം വെടിയണമെന്നും ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നിയമവിരുദ്ധമാണ്, മനുഷ്യത്വരഹിതമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന പക്ഷപാതപരമായ നിലപാടുകളുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വരുന്ന പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കൾക്കൊപ്പം, ബന്ധുമിത്രാദികൾക്കൊപ്പം അവരെ സ്വീകരിക്കുന്നതിനെത്തിയ കന്യാസ്ത്രീകളെയാണ് കളവായ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. അവരെ മൗനം ഉപേക്ഷിക്കണം, അവർ വാതുറക്കണം, നിലപാടുകൾ വ്യക്തമാക്കണം. ഇതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം. ഇതിലെ വാദിയെ പ്രതിയാക്കുന്ന സമീപനം ഗവൺമെന്റ് ഉപേക്ഷിക്കണം. ആവർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് പാർലമെന്റിൽ കേരള MPമാരുടെ പ്രതിഷേധം. BJPയുടെ അനുഗ്രഹത്തോടെ ഹിന്ദുത്വ രാഷ്ട്രം നിർവചിക്കപ്പെടുകയാണെന്ന് കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള ദീപിക ദിനപത്രം മുഖപ്രസംഗത്തിൽ വിമർശിച്ചു. BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ഒരേ നിലപാടാണ് UDF-നും LDF-നും. പക്ഷേ ഇരുപക്ഷവും പ്രത്യേകമായിട്ടാണ് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ തുറങ്കിലടച്ച സർക്കാരെ, തുറങ്കിലടച്ച പോലീസേ, നാണമില്ലേ നിങ്ങൾക്ക്? പാർലമെന്റ് കവാടത്തിന് മുന്നിൽ ആദ്യം UDF MPമാരും പിന്നാലെ LDF MPമാരും പ്രതിഷേധിച്ചു. The government and the Bajrang Dal has conspired. That is basically that is a trafficking issue, and they initially they told they are taking for conversion. It was totally false. നമ്മുടെ ഭരണഘടനയെ തന്നെ തുറച്ചു നോക്കുന്ന സംഭവമാണ് ദുർഗിൽ ഉണ്ടായത്. 2 കന്യാസ്ത്രീകളെ ഒരു 4 പേരോടൊപ്പം സഞ്ചരിച്ചിരുന്ന അവർ ആഗ്രയിൽ ഹോളി ഫാമിലി ആശുപത്രിയിൽ ജോലി ചെയ്യാൻ പോയിരുന്ന പ്രായപൂർത്തിയായ ആൾക്കാരാണ്. അവരെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണെന്ന് ആരോപിച്ചുകൊണ്ട് അവരെ വളഞ്ഞു വെച്ചു, അവരെ അറസ്റ്റ് ചെയ്തു, അവരെ റിമാൻഡിലാക്കി. ഈ രാജ്യത്ത് ഈ ഭരണഘടനയ്ക്ക് പ്രസക്തിയുണ്ടോ? ഈ രാജ്യത്ത് മൗലികാവകാശങ്ങൾക്ക് എന്ത് പ്രസക്തി? കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണം. ബെന്നി ബെഹനാനും ഹൈബി ഈഡനും K. സുധാകരനും വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. നോട്ടീസ് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട സഭയിൽ കേരള MPമാർ പ്രതിഷേധമുയർത്തിയെങ്കിലും സർക്കാർ വഴങ്ങിയില്ല. ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ബജ്രംഗ് ദളിന്റെയും RSSന്റെയും BJPയുടെ അറിവോട് കൂടിയിട്ടുള്ള ഈ അക്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ദീപിക മുഖപ്രസംഗത്തിലൂടെ BJPക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. 2 കന്യാസ്ത്രീകളെയല്ല വർഗീയവാദികൾ ബന്ദികളാക്കിയത് മതേതര ഭരണഘടനയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും നൽകുന്ന BJP രാഷ്ട്രീയം തിരിച്ചറിയണമെന്നും മുഖപ്രസംഗം പറയുന്നു. നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. ഒരുപറ്റം ബജ്രംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ വളഞ്ഞു ബഹളമുണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്.
നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കടുത്ത ആശങ്കയിലാണ് മനുഷ്യക്കടത്ത് ആരോപിച്ച് മധ്യപ്രദേശിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ കുടുംബം. ആരോപണം അടിസ്ഥാനരഹിതമാണ്. മാതാപിതാക്കളുടെ പൂർണ്ണ അനുവാദത്തോടെയാണ് കുട്ടികൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇവിടെ മതപരിവർത്തനം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഈ 3 കുട്ടികളും ക്രിസ്ത്യൻസാണ്. 3 കുട്ടികൾക്കും 18 വയസ്സായതാണ്. മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് അവർ വന്നേക്കണമെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തത്? നീതി നിഷേധമാണിത്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത 30 വർഷക്കാലമായി യാതൊരു സേവന രംഗത്തെ പാവപ്പെട്ടവരെ, കുഷ്ഠരോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കന്യാസ്ത്രീകളെയാണ് തുറങ്കിലടച്ചിരിക്കുന്നത്. ഈ രാജ്യം എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ്. മറ്റു കന്യാസ്ത്രീകൾക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചപ്പോൾ നമുക്ക് ആ വേദന പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ VN വാസവനെതിരെ സുരേഷ് കുറുപ്പിനെ ഇറക്കാൻ കോൺഗ്രസ് നീക്കം. UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് ആലോചന. കുറുപ്പെത്തിയാൽ ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകാമെന്ന ചർച്ചകൾക്ക് പിന്നാലെ ജോസഫ് ഗ്രൂപ്പ് ഉറപ്പ് നൽകി. മുതിർന്ന നേതാക്കളുടെ ഓഫറിനോട് സുരേഷ് കുറുപ്പ് നോ പറഞ്ഞെങ്കിലും ശ്രമം തുടരാനാണ് UDF നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ സിറ്റിംഗ് സീറ്റായ ഏറ്റുമാനൂരിൽ VN വാസവനെ നേരിടുക സുരേഷ് കുറുപ്പോ? ചരടുവലികൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. കുറുപ്പ് തയ്യാറായാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റുമാനൂരിൽ മത്സരിപ്പിക്കാനാണ് നീക്കം. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ ജോസഫ് ഗ്രൂപ്പ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ കുറുപ്പുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. കുറുപ്പ് എത്തിക്കഴിഞ്ഞാൽ ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകാമെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ഉറപ്പ്. ഏറ്റുമാനൂർ സീറ്റ് സുരേഷ് കുറുപ്പിന് നൽകിയാൽ പകരം പൂഞ്ഞാർ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കോൺഗ്രസ് നൽകിയേക്കും. കഴിഞ്ഞ ജില്ലാ സമ്മേളനം മുതൽ CPMന്റെ ജില്ലാ നേതൃനിരയിൽ നിന്നും സുരേഷ് കുറുപ്പ് മാറി നിൽക്കുകയാണ്. പാർട്ടിയുമായി അകന്നു കഴിയുന്നതിനിടെയാണ് കോൺഗ്രസിന്റെ നിർണായക നീക്കം. ഇതിന് പിന്നാലെയാണ് VSനെതിരെ പാർട്ടി സമ്മേളനത്തിൽ നടന്ന ചർച്ചകൾ ലേഖനമായി എഴുതിയത്. സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കിയാണ് കഴിഞ്ഞ തവണ ഏറ്റുമാനൂർ സീറ്റ് VN വാസവന് CPM നൽകിയത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനത്തേക്ക് കുറുപ്പിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കി. ഇതിന് പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നടക്കം കുറുപ്പ് പിൻവാങ്ങിയത്. സുരേഷ് കുറുപ്പിനെ ഒപ്പം നിർത്താനായാൽ വൻ നേട്ടമായിട്ടാണ് UDF നേതാക്കൾ കരുതുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. സിനിമയിലെ തെരഞ്ഞെടുപ്പ് അംഗം. താരസംഘടനയായ അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും ദേവനും തമ്മിൽ ത്രികോണ മത്സരം. ആരോപണ വിധേയരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നാണ് അമ്മയിലെ തിരുത്തൽവാദികളുടെ വാദം. ജഗദീഷ് ആരോപണ വിധേയർക്കൊപ്പം ചേർന്നതിൽ തിരുത്തൽവാദികൾക്ക് അമർഷവുമുണ്ട്. ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയില്ലെങ്കിൽ തിരുത്തൽവാദികളും മത്സരത്തിൽ ഉറച്ചു നിൽക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ത്രികോണ മത്സരമാണ് ഒരുങ്ങുന്നത്. ജഗദീഷും ശ്വേതാ മേനോനും തമ്മിൽ പോരാട്ടം നടക്കുമ്പോഴും ഇരുവർക്കും വലിയ മത്സരം നൽകാൻ തയ്യാറെടുക്കുകയാണ് ദേവൻ. പൊതുസമൂഹത്തിൽ നിലപാടുകൾ കൊണ്ട് ജഗദീഷ് സ്വീകാര്യനാണെങ്കിലും അമ്മയ്ക്കുള്ളിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ആ ഒരു വിരുദ്ധ നിലപാട് പിന്തുണയാക്കി മാറ്റാനാണ് ശ്വേതയുടെ ലക്ഷ്യം. അതേസമയം ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ബാബുരാജും തയ്യാറാവില്ല. ആരോപണ വിധേയർ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന തിരുത്തൽവാദികളുടെ വിമർശനം മുഖവിലക്കെടുക്കാതെയാണ് ബാബുരാജ് തിരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുന്നത്. ജഗദീഷ് കൂടി ബാബുരാജിന് പിന്തുണയുമായി എത്തുന്നതോടെ ജഗദീഷ് ചതിച്ചു എന്ന വാദവും അമ്മയ്ക്കുള്ളിൽ ശക്തമാണ്. നാടക്കേടിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന അമ്മയെ ബാബുരാജിന്റെ പത്രികയോടെ വീണ്ടും പഴയപടിയിലേക്ക് നീങ്ങുമെന്നാണ് തിരുത്തൽവാദികളുടെ വാദം. ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയില്ലെങ്കിൽ അമ്മ കാണാൻ പോകുന്നത് അതിശക്തമായ മത്സരമെന്നാണ് ഉയരുന്ന വിമർശനം. 74 പത്രികകളിൽ നിന്ന് ജൂലൈ 31-ന് പത്രികകൾ 17ആയി ചുരുങ്ങുമെങ്കിലും ആരെല്ലാം ഏതെല്ലാം സ്ഥാനങ്ങളിൽ നിന്ന് പിൻവാങ്ങുമെന്നത് സസ്പെൻസായി തുടരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വഞ്ചന കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനിന് നോട്ടീസ് അയച്ചു പോലീസ്. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പണം തട്ടിയെന്ന പരാതിയിലാണ് തലയോലപ്പറമ്പ് പോലീസ് നോട്ടീസ് അയച്ചത്. ഈ ആഴ്ച ചോദ്യം ചെയ്യലിനെത്തുമ്പോൾ രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനാണ് നിർദ്ദേശം. നിവിൻ പോളി നായകനായ മഹാവീരർ എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവായ PM ഷംനാസ് നൽകിയ പരാതിയിലാണ് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളത്. കേസിൽ നിവിൻ പോളി 1-ാം പ്രതിയും എബ്രിഡ് ഷൈൻ 2-ാം പ്രതിയുമാണ്. വഞ്ചനാക്കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് തലയോലപ്പറമ്പ് പോലീസ് 2 പേർക്കും നോട്ടീസ് അയച്ചു. ഇരുവരെയും പോലീസ് ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യും. രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന്റെ 2-ാം ഭാഗത്തിന്റെ നിർമ്മാണ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത ഷംനാസിൽ നിന്ന് പണം വാങ്ങിയെന്നും
പിന്നീട് അക്കാര്യം മറച്ചുവെച്ച് ചിത്രത്തിന്റെ വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകിയെന്നുമാണ് പരാതി. നിവിനും എബ്രിഡ് ഷൈനുമെതിരെ കേസെടുക്കാൻ തലയോലപ്പറമ്പ് പോലീസിന് വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്നാണ് 406, 420, 34 വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തത്. മഹാവീര്യർ പരാജയപ്പെട്ടപ്പോൾ നിവിൻ പോളി 95 ലക്ഷം രൂപ ഷംനാസിന് നൽകാമെന്നും എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു 2 നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്നും തുടർന്ന് 2024 സിനിമയുടെ നിർമ്മാണത്തിനായി 1.9 കോടി രൂപ കൈമാറിയെന്നും ഷംനാസ് പറയുന്നു. ഈ കരാർ മറച്ചുവെച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്ക് സിനിമയുടെ വിതരണാവകാശം കൈമാറിയെന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയേഴ്സിനാണ് സിനിമയിൽ അവകാശമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇതെന്നും ദുബായിലെ കമ്പനിക്ക് 5 കോടി രൂപയ്ക്കാണ് ഓവർസീസ് വിതരണാവകാശം നൽകിയെന്നും ഇതിൽ 2 കോടി രൂപ അഡ്വാൻസായി വാങ്ങിയെന്നും ഷംനാസിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നു. അതേസമയം കാര്യങ്ങളെ വളച്ചൊടിച്ചുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കൂട്ടക്കൊല നടന്ന ധർമ്മസ്ഥലയിൽ തെളിവെടുപ്പ് തുടങ്ങി. ശുചീകരണ തൊഴിലാളിയെയും കൊണ്ട് SIT സംഘം നേത്രാവതി പുഴയോരത്തെത്തി. സ്നാനഘട്ടയിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഒരു വലിയ രഹസ്യത്തിന്റെ ചുരുളഴിയുന്നു എന്ന് പറയാറായോ? ഏത് രീതിയിലാണ് തെളിവെടുപ്പും പരിശോധനയും നടക്കുന്നത്? SIT സംഘം ഇപ്പോൾ നേത്രാവതി പുഴയോരത്തെത്തിയിരിക്കുന്നു. ശുചീകരണ തൊഴിലാളി നിർണായക വിവരങ്ങളാണ് കൈമാറിയിട്ടുള്ളത്. അതനുസരിച്ച് ഇപ്പോൾ അവിടെ പരിശോധനയും തെളിവെടുപ്പും നടക്കുകയാണ്. രഹസ്യങ്ങളുടെ ഒരു ചുരുളഴിയുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. 100ഓളം ആളുകളെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഈ ശുചീകരണ തൊഴിലാളി നൽകിയെങ്കിലും അതിൽ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇപ്പോൾ KV ബൈജു അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നു. ബൈജു, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നു. അവിടെ സ്നാനഘട്ടയിലാണ് തെളിവെടുപ്പ് നടക്കുന്നതെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏത് രീതിയിലാണ് പരിശോധന? നേത്രാവതി പുഴയോരത്തെ സ്നാനഘട്ടിയിൽ ഈ ശുചീകരണ തൊഴിലാളി എത്തിച്ച് തെളിവെടുപ്പ് ആരംഭിച്ചത്. ഏതായാലും കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഇത് സംബന്ധിച്ച് ന്യൂസ് 18 വാർത്ത കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ ആ പരിസരത്ത് വനപ്രദേശത്തേക്ക് ഇപ്പോൾ സംഘം കടന്നിരിക്കുന്നു. ആ സ്നാനഘട്ടിയിലുള്ള മുഴുവൻ തീർത്ഥാടകരെയും മാറ്റിയിരിക്കുന്നു. ഈ സ്ഥലത്തു നിന്നും പോലീസിന്റെ വലയത്തിലാണിപ്പോൾ ഈ ധർമ്മസ്ഥലയിലെ സ്നാനഘട്ട എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥലം. എന്തായാലും ഇപ്പോൾ ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. SITയുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നു ധർമ്മസ്ഥലയിൽ. ന്യൂസ് 18 കൊണ്ടുവന്ന ആ വാർത്ത ഈ ഒരുപാട് ആളുകളുടെ ഒരുപാട് രഹസ്യങ്ങൾ ഓർക്കുന്ന മണ്ണിലേക്ക് ന്യൂസ് 18 സംഘം എടുത്ത് നടത്തിയ പല വിവരങ്ങളും അതെല്ലാം ഇപ്പോൾ ശുചീകരണ തൊഴിലാളി എത്തിച്ച് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. വലിയ സംഘം പോലീസുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു SITയുടെ ഭാഗത്തു നിന്നും ഈ പരിശോധന നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ ആരംഭിച്ചത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ കൃത്യമായി മനസ്സിലാകാത്ത രീതിയിലാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. അതായത് നേരത്തെ കോടതിയിൽ എങ്ങനെയായിരുന്നോ ഇദ്ദേഹത്തെ എത്തിച്ചത് അതേ രീതിയിലാണ് ഇപ്പോഴും എത്തിച്ചത്. ഏതായാലും ധർമ്മസ്ഥല ആ ടൗണിന് തൊട്ട് സമീപം നേത്രാവതി പുഴയുടെ സ്നാനഘട്ടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തെളിവെടുപ്പ് നടക്കുന്നത്. വനപ്രദേശത്തേക്ക് ഇപ്പോൾ സംഘം കടന്നിരിക്കുന്നു. വനപ്രദേശത്ത് എവിടെയൊക്കെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങളുണ്ടോ അല്ലെങ്കിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ SIT സംഘം നീങ്ങുന്നത്. എന്തായാലും ന്യൂസ് 18നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറത്തു കൊണ്ടുവന്ന ആ വാർത്ത അതിലിപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. ഈ ഭൂമിയുടെ അടിയിൽ ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ കുഴിച്ചുകൂടിയ രഹസ്യങ്ങൾ തേടി SIT എത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പോലീസിന്റെ വലിയ തോതിലുള്ള പോലീസിന്റെ സന്നാഹമുണ്ട്. SITയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്. 15 മണിക്കൂറാണ് ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളിയെ കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തത്. ആ മൊഴി പ്രകാരമുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ധർമ്മസ്ഥലയുടെ മണ്ണിൽ ഇത്തരത്തിൽ പരിശോധനയുമായി അന്വേഷണ സംഘം എത്തുന്നത്. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്.
100ഓളം മൃതദേഹങ്ങൾ, അതും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴി അത് പൂർണ്ണമായും ഈ അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തു എന്ന് വേണം കരുതാൻ. ഏതായാലും ഇനി അടുത്ത നടപടിയും വളരെ പ്രധാനമാണ്. എന്ത് നടപടിയിലേക്കാണ് ഇനി അടുത്ത് കടക്കുക? ഈ സ്ഥലം ഇന്ന് തന്നെ പരിശോധന നടക്കുമോ, അതല്ല നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത് മാർക്ക് ചെയ്ത് വരും ദിവസങ്ങളിലായിരിക്കുമോ പരിശോധന നടക്കുക? അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ധർമ്മസ്ഥല ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കൃത്യമായി ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ്, ഈ തൊഴിലാളി, ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് ഈ സ്നാനഘട്ട. അവിടെ ഉണ്ടാകുന്ന അവിടെ മാലിന്യങ്ങൾ ശേഖരിക്കുക, അത് വൃത്തിയാക്കി സൂക്ഷിക്കുക, ഇതായിരുന്നു ഇയാളുടെ ജോലി. ഒരുപാട് മൃതദേഹങ്ങൾ ഈ തീരത്ത് ഇത്തരത്തിൽ എത്തിയെന്നാണ് ഇയാൾ നേരത്തെ മൊഴി നൽകിയിരുന്നത്. അതേ മൊഴി SITക്ക് മുമ്പിൽ ഇയാൾ നൽകിയിരുന്നു. പിന്നീടാണ് ഇയാളെ ഇത്തരത്തിൽ സൂപ്പർവൈസർമാർ മൃതദേഹങ്ങൾ ബലാത്സംഗം ചെയ്ത രീതിയിൽ, കൊല ചെയ്യപ്പെട്ട രീതിയിൽ, അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട രീതിയിലുള്ള മൃതദേഹങ്ങൾ ഇയാളെ ഏൽപ്പിക്കുകയും ധർമ്മസ്ഥലയിൽ തെളിവെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. വിലക്ക് മറികടന്ന് RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ നിലപാട് കടുപ്പിച്ച സർക്കാർ. വൈസ് ചാൻസലർമാർക്കെതിരെ പരസ്യ നീക്കവുമായി മന്ത്രിമാരടക്കം രംഗത്തെത്തിയതോടെ പോര് പുതിയ തലത്തിലെത്തും. എന്നാൽ സർക്കാർ നേരിട്ട് നിയമിച്ച കുഫോസ് VC പരിപാടിയിൽ പങ്കെടുത്തത് സർക്കാരിനെയും വെട്ടിലാക്കി. കുഫോസ് VCയെ പുറത്താക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടയിലാണ് VC-മാർ കൂട്ടത്തോടെ RSS പരിപാടിയിൽ പങ്കെടുത്തത്. കേരള, കണ്ണൂർ, കാലിക്കറ്റ് ആരോഗ്യ സർവകലാശാല VC-മാർ ജ്ഞാനസഭയിൽ പങ്കെടുക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും സർക്കാർ ലിസ്റ്റിൽ നിന്നും കുഫോസ് VC-യായ ഡോക്ടർ A ബിജുകുമാർ പരിപാടിയിൽ പങ്കെടുത്തതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ഇതോടെയാണ് VC-മാർക്കെതിരായ നിലപാട് സർക്കാർ കടുപ്പിച്ചത്. അക്കാദമിക് സമൂഹത്തിന് മുന്നിൽ ഭാവിയിൽ VC-മാർക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണം. VC-മാരെ ഭീഷണിപ്പെടുത്തിയാണ് ഗവർണർ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിമർശനമുന്നയിച്ചു. കേരളത്തിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഈ RSSന്റെ പരിപാടിയിൽ പോകുന്ന വ്യക്തികളെയൊന്നും ആ സ്ഥാനത്തേക്ക് ഇരുത്തിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ പ്രതിനിധിയാണെങ്കിലും സർക്കാർ പ്രതിനിധി സർക്കാർ പറഞ്ഞിട്ടാണോ പോയത്? അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. സർക്കാർ പ്രതിനിധി സർക്കാരിന്റെ അനുവാദമില്ലാതെ പോയി കഴിഞ്ഞാൽ സർക്കാർ ആ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. മന്ത്രി R ബിന്ദു നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടും കേരള സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. VC മോഹനൻ കുന്നുമ്മൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് പ്രശ്നപരിഹാരം അനന്തമായി നീളാൻ കാരണം. VC-യോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്നാണ് സിൻഡിക്കേറ്റിന്റെയും തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് നിലപാട് വ്യക്തമാക്കി ശശി തരൂർ. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കില്ല. BJP-യിൽ അംഗത്വം എടുത്തുകൊണ്ട് ഉള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്നും കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രത്യേക ദൂതനോട് തരൂർ പ്രതികരിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതോടെയാണ് കോൺഗ്രസ് നേതൃത്വവുമായി കലഹം തുടരുന്ന ശശി തരൂരിന് വേണ്ടി BJP ദേശീയ നേതൃത്വം വഴിവെട്ടുകയാണെന്ന അഭ്യൂഹം ഏറിയത്. തരൂരുമായി സഹകരിക്കാനില്ലെന്ന് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം നിലപാട് പരസ്യമാക്കിയതിന് പിന്നാലെയാണ് BJP നേതൃത്വം പ്രത്യേക ദൂതൻ മുഖേന തരൂർ ക്യാമ്പുമായി ചർച്ച നടത്തിയത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് പുറമെ ക്യാബിനറ്റിലെ സുപ്രധാന പദവിയും വാഗ്ദാനം ചെയ്തെങ്കിലും BJP-യിൽ പ്രാഥമികാംഗത്വം എടുക്കണമെന്ന നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. തരൂർ ഉടൻ BJP പാളയത്തിലേക്ക് ചേക്കേറുമെന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായി. പാർട്ടി പരിപാടികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അനൌദ്യോഗിക തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ BJP-യിലേക്കില്ലെന്ന് തരൂർ നിലപാട് വ്യക്തമാക്കിയതോടെ തരൂരിന്റെ തുടർ നീക്കങ്ങൾ സംബന്ധിച്ച് ആകാംക്ഷയേറുകയാണ്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി തുടർച്ചയായി മോദി സ്തുതി നടത്തിയ തരൂരുമായി ഇനിയൊരു അനുനയ ചർച്ചയ്ക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായേക്കില്ലെന്നാണ് സൂചന. അതേസമയം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ശശി തരൂരിനായി സമ്മർദ്ദം ശക്തമാക്കുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. തരൂരിനെതിരെ തിടുക്കത്തിൽ ഒരു നടപടിക്ക് ഹൈക്കമാൻഡ് തയ്യാറാകാത്തതും സഭാ നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്തെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സകലമാന കേരളം കാണാം. നമസ്കാരം.